നമസ്കാരം കുട്ടികളെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏതാ പഠിപ്പിച്ചത്? കാർബണേറ്റ് അയോൺ അല്ലേ? അത് നിങ്ങളെല്ലാവരും പഠിച്ച് കാണും എന്നെനിക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ആനയോൺ പഠിപ്പിക്കാൻ പോവാണ്. വളരെ സിമ്പിളാണ്. എന്തുവാ അത്? അസറ്റേറ്റ് അയോൺ, അസറ്റേറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ കാർബണേറ്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ അടുത്തിലേക്ക് പോകാവുള്ളൂ കേട്ടോ. ഏത് സോൾട്ട് കിട്ടിയാലും ആദ്യം എന്ത് ചെയ്യണം? കാർബണേറ്റ്. അതില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടുത്തിലേക്ക് പോകാം. അല്ലാണ്ട് ആദ്യമേ കയറി അസറ്റേറ്റ് ചെയ്യരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ കാർബണേറ്റ് ഇല്ല, ഉറപ്പായി. അപ്പോൾ അടുത്ത അസറ്റേറ്റ് ആണ്. എങ്ങനെ അസറ്റേറ്റ് ചെയ്ത് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്? കൈവെള്ളയിലോട്ട് ഒരല്പം സോൾട്ട് എടുക്കുക. അതിനുശേഷം ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് അല്ലേ? ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ലേശം ഒഴിച്ചിട്ട് ആ വിരൽ വെച്ച് പതുക്കെ റബ്ബ് ചെയ്യുക. നല്ലോണം റബ്ബ് ചെയ്യണം കേട്ടോ. നല്ലോണം റബ്ബ് ചെയ്യണം. ഒരു അര മിനിറ്റെങ്കിലും റബ്ബ് ചെയ്യണം. ചില സോൾട്ടുകൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എടുത്തു പറയുന്നത്. ചില സോൾട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും, ചില സോൾട്ട് കിട്ടാൻ താമസമായിരിക്കും. അപ്പോൾ നല്ലോണം റബ്ബ് ചെയ്തിട്ട് ഒന്ന് മണപ്പിച്ച് നോക്കുക. മണപ്പിക്കാൻ നമുക്ക് എന്ത് കിട്ടണം? സ്മെൽ ഓഫ് വിനീഗർ, വിനാഗിരിയുടെ മണം കിട്ടണം അല്ലേ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് അസറ്റേറ്റ് ആയിരിക്കും. അപ്പോൾ അസറ്റേറ്റ് ടെസ്റ്റ് എന്താ ചെയ്തത്? സോൾട്ടിനകത്തോട്ട് ഡൈലൂട്ട് എച്ച് ഒരു പ്രത്യേകം പറയുന്നു, കോൺസെൻറ്റ് ഒഴിക്കരുത്, പ്രത്യേകം പറയുകയാണ് കൈപൊള്ളും. അത് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ. അപ്പോൾ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് നല്ലോണം റബ്ബ് ചെയ്യുക. ഒട്ടും മടി വയ്ക്കണ്ട കേട്ടോ. ഒരു അര മിനിറ്റെങ്കിൽ നല്ലോണം റബ്ബ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് പതുക്കെ മണപ്പിച്ച് നോക്കുക. സ്മെൽ ഓഫ് വിനീഗർ. അസറ്റേറ്റ് മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത കൺഫർമേറ്ററി ആണ്. എങ്ങനെ കൺഫർമേറ്ററി ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്? വീണ്ടും നമ്മൾ സൾഫറേഷൻ എടുക്കുന്നു അല്ലേ? അതിനകത്തോട്ട് എന്തൊഴിക്കണം? ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് അല്ലേ? ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നല്ല റെഡിഷ് കളേർഡ് സൊല്യൂഷനായിട്ട് മാറും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദ പ്രസൻസ് ഓഫ് അസറ്റേറ്റ് അയോൺ ഈസ് കൺഫേംഡ്. അപ്പം ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് മനസ്സിലായിക്കൊള്ളുക. ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ഇതൊഴിച്ച് കഴിയുമ്പോൾ റെഡിഷ് കളേർഡ് മാറുന്നു. സോ ദ ഗിവൺ സോൾട്ട് കണ്ടെയ്ൻ അസറ്റേറ്റ് ആനയോൺ. അത് കൺഫേംഡ് ആയി. അപ്പോൾ അസറ്റിൻ്റെ പ്രസൻറ്റ് ടെസ്റ്റുമായി കൺഫേംഡ് ടെസ്റ്റുമായി. പഠിച്ചല്ലോ? ഓക്കെ. പിന്നെ അതിനകത്ത് വൈവായിട്ട് വരുന്നത് ആ സ്മെൽ ഓഫ് വിനീഗർ. അത് എന്താണ് കെമിക്കൽ നെയിം എന്താണെന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? അത് വേറൊന്നുമല്ല, ഡൈലൂട്ട് എസ്റ്റേഴ്സ് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ അസറ്റിക് ആസിഡ് ഉണ്ട്. അസറ്റേറ്റ് റിയാക്ട് വിത്ത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ലിബറേറ്റിംഗ് അസറ്റിക് ആസിഡ്. അപ്പോൾ അസറ്റിക് ആസിഡിനാണ് നമ്മൾ വിനീഗർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്മെല്ലാണ് നമുക്കവിടെ കിട്ടുന്നത്. സ്മെൽ ഓഫ് വിനീഗർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ.